അതും 2028 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഹ്യുണ്ടായി ആക്സെന്റ് ആണ്. ചെറിയ വില 7.5. 75,000 രൂപ. 75,000 രൂപ ഒരു സെഡാൻ വണ്ടി. അടിപൊളി. അതും ക്വാളിറ്റി വണ്ടിയാ കേട്ടോ. 45 രൂപ കൊടുത്തു. 45 രൂപ കൊടുത്തു അല്ലേ? മോശമൊന്നുമില്ല. അതൊക്കെ ഉപയോഗിക്കാൻ, അതായത് ഓടിക്കാൻ കൊള്ളാം. അത് നീറ്റ് വണ്ടി കേട്ടോ, സംഭവമായിട്ടുള്ള വണ്ടിയല്ല. പിന്നെ അങ്ങനെ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 5,80,000 രൂപ കൊടുത്തേക്കാം. 16 വണ്ടി. 16 ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് വരും? നമുക്കൊരു 1 രൂപ റേഞ്ചിന് 1,00,000 രൂപയ്ക്ക് 12 ലാസ്റ്റ് വണ്ടി. 12 ലാസ്റ്റ് വണ്ടി. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 6,35 കൊടുക്കാം. 6,30 17 വണ്ടി. 17 വണ്ടി. ശരി. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 6 രൂപ കൊടുത്തേക്കാം. 6,00,000 രൂപ. 6,00,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആവുമോ? സാധാരണ എല്ലാവരും ഈ വാഹനം വാങ്ങിക്കുമ്പോൾ, ഒരു കാർ വാങ്ങിക്കുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കാറല്ല പതിവ്. ചിലവ് എല്ലാം ചിലവാണ്, എങ്ങനെ നോക്കിയാലും ചിലവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഒരു ടാക്സി വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഓടുന്നതിന് പകരം ടാക്സി ഓടിക്കോളാം. യൂബർ കാര്യങ്ങൾ നമ്മുടെ എറണാകുളത്ത് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ യൂബർ കാര്യങ്ങൾ. ഒരുപാട് എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഒക്കെ ഇഷ്ടംപോലെ പിള്ളേർ വന്ന് എടുക്കാറുണ്ട്, വണ്ടി എടുക്കാറുണ്ട്, യൂബർ ഓടാനും കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ടാക്സി വണ്ടികൾ മാത്രം കാണിച്ചു തരാം. ടാക്സി വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ മോഡൽ വണ്ടികളുണ്ട്. പിന്നെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. 70 രൂപ നല്ല അടിപൊളി സെഡാൻ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഫ്ലൈവീലാണ് അല്ലേ? എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ ബ്രോ. അതായത് കോട്ടയം ജില്ലയുടെയും തലയോലപ്പറമ്പിന്റെയും മധ്യഭാഗത്തായിട്ട്, അല്ല കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും മധ്യഭാഗത്തായിട്ട് തന്നെ തലയോലപ്പറമ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാട്. അതെ. അപ്പോൾ അവിടെ സെന്ററാണ്. അപ്പോൾ നിങ്ങൾ നേരെ വരിക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടാക്സി വണ്ടി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അമീൻ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നമുക്ക് വേഗം കുറച്ച് വണ്ടിയെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ? മാക്സിമം വില കുറച്ചിട്ട് ഓണം ഓഫറിൽ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് തരും. ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ, മിസ് ചെയ്യണ്ട. നമുക്ക് നേരെ വണ്ടികളൊന്നും കണ്ടിട്ട് വരാം. അമീൻ ബ്രോ, അപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ടാക്സിയാണ് മെയിൻ ഇവിടെ. ടാക്സിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഷോറൂം. അതാണ് ടാക്സി വണ്ടികളും പിന്നെ കുറച്ച് ചെറു വണ്ടികൾ, ലോ ബഡ്ജറ്റ് വണ്ടികൾ, ഒരുപാട് ടാക്സി വണ്ടികൾ കേട്ടോ. ഒരുപാട് അധികം ആൾക്കാർ അന്വേഷിക്കുന്ന ടാക്സിക്ക് വേണ്ടി മാത്രം നമ്മൾ കിടിലൻ സാധനങ്ങൾ ഒരുപാട്. നമുക്ക് തുടങ്ങിയാലോ? എന്നാ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താലോ? ഈ ഇരട്ടി ഏതാ മോഡലൊക്കെ? ഈ ഇരട്ടി എന്ന് പറയുമ്പോൾ 2016 മോഡല് ഇരട്ടിയാണ്. 16 ആണ് അല്ലേ? സെക്കൻഡ് ഓണർ, 1.25 ലക്ഷം കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും അപാകത ഉണ്ടാവും? ഇതിന് ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ ഒന്നുമില്ല. ഓരോന്നിന്റെ ഇന്റീരിയർ ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് അയച്ചു കൊടുക്കാം. ഏതാ വണ്ടി വേണ്ട ചോദിച്ചാൽ അയച്ചു കൊടുക്കാം. എല്ലാത്തിന്റെ അയച്ചു കൊടുക്കാം. ഇത്രയും വണ്ടി നിങ്ങൾക്ക് കാണിക്കേണ്ടത്, അതുകൊണ്ടാണ് ഓവർ ഡീറ്റെയിൽ ആക്കാത്തത്. പിന്നെ ഇത് കിലോമീറ്റർ ഒക്കെ പക്കയല്ലേ? ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. അതെ അല്ലേ? ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണ് എത്ര വരും? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 5,80,000 രൂപ കൊടുത്തേക്കാം. 16 വണ്ടി. 16 1.80 ഓടിയ വണ്ടി. അത് കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കുക അല്ലേ? ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ 5.80 നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഇതൊരു ഇടയിലൊരു മാരുതി. ഇത് 2012 ലാസ്റ്റ് മാരുതി കാർ. 12 ലാസ്റ്റ്. ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് വരും? നമുക്കൊരു 1 രൂപ റേഞ്ചിന് 1,00,000 രൂപയ്ക്ക് 12 ലാസ്റ്റ് വണ്ടി. 12 ലാസ്റ്റ്. അടിപൊളി, മോശമൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ വന്നേ ഉള്ളൂ. ടച്ച് ആംബുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒക്കെ ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ. ഇതിപ്പോ ഏതാ മോഡൽ? ഏതാ? ഇതൊക്കെ 2016. 16 മോഡലല്ലേ? 16 മോഡല്. കിലോമീറ്റർ ഒക്കെയോ? ഇതിന്റെ കിലോമീറ്ററും 2 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളതാണ്. അതെ അല്ലേ? ഇപ്പൊ എല്ലാവരും ചോദിക്കും 2 ലക്ഷം കോടി കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ പറയില്ല. ഇപ്പൊ നമ്മള് ടാക്സി വണ്ടികളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ, അതായത് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള എർട്ടിഗ, ഡിസയർ അങ്ങനെയൊക്കെ ഉള്ള വണ്ടികൾ 6, 7 ഒക്കെ ഓടിയ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി മര്യാദയ്ക്ക് യൂസ് ചെയ്യുവാണോ, വണ്ടി അത് ലാസ്റ്റ് സർവീസ് ചെയ്യുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വണ്ടി മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ വണ്ടി ഇഷ്ടംപോലെ കിടന്ന് ഓടാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു വിചാരം ഉണ്ടായിരുന്നു, ഈ ടൊയോട്ട ഒക്കെ മാത്രമേ 10 ലക്ഷം കിലോമീറ്റർ കിടന്ന് ഓടുള്ളൂ. ഓരോ പാക്കേജേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ട്രാവൽസാറിന്റെ ഒക്കെ എടുത്ത് ഫുൾ ഇങ്ങനെ ഓടുന്ന വണ്ടികൾ കണ്ടപ്പോഴാണ് നമ്മൾ തന്നെ അന്തം വിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ നല്ലോണം ഓടിക്കോളൂ അല്ലേ? നിന്ന് കിടന്ന് ഓടിക്കോളൂ. മെയിൻറ്റെയിൻ ചെയ്യുക. 2 ലക്ഷം ഓടിയിട്ടുള്ള വണ്ടിയാണ്. 2016 മോഡലാണ്. വില എത്ര വരും? 3,20,000 കൊടുക്കാം. 3,20,000 അല്ലേ? 3,20,000. ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ പറയണേ? ഇല്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളാം. ഓക്കെ, 3,20,000 നിങ്ങൾക്ക് അത് എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിൽ റിറ്റ്സ്. ഇത് 2015 മോഡൽ റിച്ച് LDA ആണ്. ഡീസൽ വണ്ടിയാണ്. LDA അല്ലേ? ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? ഇതും 1.25 ആ റേഞ്ച് ഓടിയിട്ടുണ്ട് അല്ലേ? ടാക്സി ആകുമ്പോൾ എന്തായാലും ഓടുമല്ലോ. അതെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്കൊരു 3.35 ആസ്ക് ചെയ്യും. 3.35. അതും 2015 വണ്ടി അല്ലേ? 15 വണ്ടി. ഓക്കെ, ഇതാണെങ്കിലോ? ഇത് 2017 എർട്ടിഗ. 17 എർട്ടിഗ സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.24 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഇതെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഇതിന് ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി. ചെയ്തിട്ടില്ല കേട്ടോ. കസ്റ്റമർ പാർക്കാൻസിയിൽ തന്നെ വന്നേക്കണം. വണ്ടി തിളങ്ങിയിരിക്കും. ശരി. ഇതിപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ഇല്ല, ഇതിന് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ എന്ത് പ്രൈസ്? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 6.35 കൊടുക്കാം. 6.30 17 വണ്ടി. 17 വണ്ടി. ശരി. സിംഗിൾ ഓണർ വണ്ടി. 1.20 കമ്പനി സർവീസ് ഓടിയ വണ്ടി അല്ലേ? അടിപൊളി. അത് നീറ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് ആണ്. 16 ആണ്. കിലോമീറ്റർ ഒക്കെയോ? ഇതിന്റെ കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ പോയിട്ടുണ്ട്. ശരി.
റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഞാൻ പറയല്ലേ, ഏത് വണ്ടിയുടെ നിങ്ങൾക്ക് ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം. ഇപ്പൊ മാരുതിയിലോ അല്ലെ എവിടെ ചെന്ന് വെച്ചാലും നമുക്ക് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശരി, ഇതിപ്പോ എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 320 തന്നെ കൊടുക്കാം. അതായത് 2016 വണ്ടിയാണ് കേട്ടോ. 16. അതെ. ഇതാണെങ്കിലോ? ഇതാകുമ്പോൾ 2018 മോഡല് സെലീരിയോ. 18 സെലേറിയോ. ഇത് കിലോമീറ്ററൊക്കെയോ? ഇത് 1.25 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഞാൻ പറഞ്ഞ പോലെ ബോണ്ടിന്റെ ഒക്കെ ഫ്രണ്ട് ചെറിയ ടാക്സി ഓടിയപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ റീപ്ലേസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ 3.35. 16 അല്ലേ പറഞ്ഞേ? 18. സോറി, 18 ഇത് മറ്റേ ഇതുള്ള LPG ഉള്ള. ഇത് VXI ആണ്, മറ്റേ ടൂർ അല്ല. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, CNG ഉണ്ട്. നല്ല മൈലേജ് കിട്ടും അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണം. ഒരു 100 രൂപക്ക് നമ്മൾ CNG അടിക്കുവാണെങ്കിൽ 100 കിലോമീറ്റർ എന്താണല്ലോ ഓടാൻ പറ്റും. ഇത് വില എത്ര പറഞ്ഞേ? ഇതൊക്കെ ആകുമ്പോൾ 3.35. പിന്നെ 2018 ഇയോണും കിടപ്പുണ്ട്, വന്നിട്ടില്ല. നാളെ ടെസ്റ്റിന് വേണ്ടി ടച്ച് ആംബുലേഷൻ ഏറ്റേക്കുവാണ്. അത് നമുക്ക് ഒരു 2.50 ആ റേഞ്ചിലേക്ക് കൊടുക്കാവുന്നതാണ്. അതും ടാക്സി തന്നെ. അടിപൊളി. അതുപോലെ തന്നെ CNG ആണ്. ഇവിടെ ഒരു വണ്ടി 2017 മോഡൽ എറ്റിയോസ്. 17 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 120 കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരി. വേറെ മേജറായിട്ട് അകത്തോട്ട് ഷെല്ലിലോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ വില? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 6 രൂപ കൊടുത്തേക്കാം. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആവുമോ? മാക്സിമം കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതെ, മാക്സിമം കുറച്ച് തരും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്വിഫ്റ്റ്. ഇത് 2016 മോഡൽ വണ്ടിയാണ്. ഡിസൈർ അല്ലേ? 16 ആണ്. ഈ 16 ഈ ഷേപ്പ് കുറെ വണ്ടികളുണ്ടല്ലേ ടാക്സി? പാക്കേജ് ഓട്ടൊക്കെ ഡിക്കി വലിപ്പമുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ ഇതൊക്കെ ചൂസ് ചെയ്തോണ്ട്. അതെ, മോശമൊന്നുമില്ല, വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. 10-24 കിലോമീറ്റർ എന്തായാലും മൈലേജും കിട്ടും. അത് മാത്രമല്ല, ഇതിപ്പോ കിലോമീറ്റർ 2 കോടി ഉണ്ടോ? ഇതും 2 ലക്ഷം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി സർവീസ് തന്നെയുള്ള, നിങ്ങൾക്ക് ആർക്കും ലിസ്റ്റിൽ എടുത്താൽ കറക്റ്റ് പക്കായിട്ട് കിട്ടണതാണ്. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 3.35 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം അല്ലേ? അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, പക്കാ ക്വാളിറ്റി വണ്ടി. ഇതൊക്കെ പുതിയ ടെസ്റ്റ് ആട്ടോ. അതെ അല്ലേ? പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേപ്പർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പേപ്പർ ഒക്കെ ഉണ്ട്. ശരി. അതുപോലെ തന്നെ സെയിം സാധനം പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ടല്ലോ. ഇത് 2017 ആണ്. 17. അടിപൊളി. 17 മോഡലാണ്. ഇത് കിലോമീറ്ററോ? ഇതിന്റെ 1.5 1.25 അങ്ങനെ ഉണ്ടാകുന്നു ഓടിയിട്ടുള്ളൂ അല്ലേ? ഇതും അത്യാവശ്യം വണ്ടി നീറ്റാണ്. ഇത് ഫുള്ള് കമ്പനി സർവീസ് തന്നെ ഉള്ള വണ്ടി കേട്ടോ. ഇതിന്റെ 1.5 2 സംതിങ് ഓടിയിട്ടുണ്ട്, 2.10 അങ്ങനെ ഓടിയിട്ടുണ്ട് അല്ലേ? ശരി. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ 3.5 രൂപ കൊടുത്തേക്കാം. 3.5 രൂപ. 17 വണ്ടി അല്ലേ? 17 വണ്ടി. ഓക്കെ, മോശമൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്യാം, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഒരു മാരുതി. ഞാനും പറയണം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ പറയണ മാത്രം നിങ്ങൾ കൂട്ടാക്കണ്ട. ഇവിടെ തൊട്ടടുത്ത് മാരുതി ഉണ്ട്, അല്ലെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്ന് ചെയ്യണവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന 6 വെള്ളം കൊണ്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് എല്ലാം പക്കയായിട്ട് എടുത്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്താണെങ്കിലും വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആക്സിഡന്റ് ഉണ്ടല്ലോ, റീപ്ലേസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഫ്ലഡ് വണ്ടി പിന്നെ നമുക്ക് അങ്ങനെ ഇല്ല. ഇതിപ്പോ എന്താ മോഡല്? ഇത് 2001 മോഡല് AC വണ്ടിയാണ്. 1 ഓടിച്ചു പഠിക്കാനൊക്കെ ഉള്ളവർക്ക് വേണേ ധൈര്യമായിട്ട് എടുക്കാം. ഒരു പേപ്പർ ഉള്ള 40 രൂപ കൊടുക്കുമോ? 45 രൂപ കൊടുക്കും. 45 രൂപ കൊടുക്കും അല്ലേ? മോശമൊന്നുമില്ല, ഉപയോഗിക്കാൻ, അതായത് ഓടിച്ച് പഠിക്കാൻ കൊള്ളാം. അത് നീറ്റ് വണ്ടി കേട്ടോ, സംഭവമായിട്ടുള്ള വണ്ടിയല്ല. പിന്നെ അങ്ങനെ 35 ഉണ്ട് മാരുതി കാർ താഴത്ത് കിടപ്പുണ്ട്. ഇതാണെങ്കിലോ? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 85 രൂപ കൊടുക്കാം. ഇത് 2011 എറ്റിയോസ് ആണ്. 11 അല്ലേ? ഓക്കെ, കിലോമീറ്റർ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് 1.30. ഇത് പക്ഷേ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ നമുക്ക് പ്രൈവറ്റ് ആക്കാന്നുള്ള ഇരിക്കുന്നതാണ്, കസ്റ്റമർ എടുത്താക്കിയതാണ്. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2.40 അറേഞ്ച് കൊടുക്കാം, പ്രൈവറ്റ് ആയി കൊടുക്കാം. ശരി. അത് 2011 വണ്ടി അല്ലേ? 11 വണ്ടി, നീറ്റ് വണ്ടിയാണ്. ശരി. ഇത് ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള കേട്ടോ. ലോഗൻ കിടപ്പുണ്ടല്ലോ. ലോഗൺ 2 കിടക്കാം. ഒന്ന് 2010 ആണ്, ഒന്ന് 2008 ആണ്. 28 വരെ പേപ്പറുള്ളതാണ്. 2 ഡീസൽ വണ്ടിയാണ്. ശരി. 2.85 രൂപ. 2010ഉം 2008ഉം 28 വരെ പേപ്പറുണ്ട്. ഇത് അടുത്ത വർഷം ആദ്യം പേപ്പർ. അപ്പോൾ 85 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സെഡാൻ വണ്ടി, പ്രൈവറ്റ് വണ്ടിയാണ്. രണ്ടും ക്വാളിറ്റി വണ്ടീസ് കേട്ടോ. അതെ, മോശമൊന്നുമില്ലല്ലോ. ഇല്ല, കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലോ അല്ലേ? പിന്നെ പഴയ വണ്ടിയാണ്, നെറ്റയിലും വോൾട്ടയിലും ഓടണാണ്. പഴക്കത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡല് കോട്ടറേറ്റ് വണ്ടി. 11 അടിപൊളിയാണല്ലോ. ടാറ്റ ഇൻഡിക്ക മാൻസ ഇല്ലേ? ഡീസലാ? ഡീസൽ വണ്ടി. നമുക്കൊരു 1.15 കൊടുക്കാം. ടാക്സി അല്ല, ഇതൊക്കെ പ്രൈവറ്റ്. ഇത് ലോഗൺ, അതൊക്കെ പ്രൈവറ്റ്. ഇത് ലോ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ലോ ബഡ്ജറ്റ് സെക്ഷൻ അല്ലേ? അതായത് 1.15. അടിപൊളി, വൃത്തിയുണ്ടോ വണ്ടി? ക്വാളിറ്റി വണ്ടിയാണ്, കോട്ടറേറ്റ് അല്ലേ? അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇടിക്കട്ട സാധനമാണല്ലേ? പിന്നല്ലേ, ഒരു ചെറിയ ഇടിക്കൊന്നും മേക്കൂല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? അതും 2008 മോഡൽ ആക്സിഡന്റ് ആണ്. പെട്രോളാ? പെട്രോൾ വണ്ടി. അതും 2028 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഹ്യുണ്ടായി ആക്സെന്റ് ആണ്. ചെറിയ വില 7.5. 75,000 രൂപ ഒരു സെഡാൻ വണ്ടി. അടിപൊളി, അതും ക്വാളിറ്റി വണ്ടി കേട്ടോ. 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫ് റോഡ് കൂട്ടിയുള്ള വണ്ടി. അതെ, പണ്ടത്തെ രാജാവാണ് കേട്ടോ അല്ലേ? അതെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. സെഡാനാണ്. ആർക്കിലും വേണേ നോക്കിയാൽ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും ബീറ്റ് 2012 ഡീസൽ വണ്ടിയാണ്. 12 ഡീസൽ. LT LS എന്ത് വിലയുണ്ട്? നമുക്കൊരു 1.10 റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളാം. അതെ, മോശമൊന്നുമില്ല വണ്ടി. അങ്ങനെ ആ രീതിക്ക് ഉപയോഗിക്കാൻ കൊള്ളാം. ഇതാണെങ്കിലോ?
ഇത് 2010 മോഡൽ സാൻഡ്രോ ആണ്. 75,000 രൂപ കൊടുത്തേക്കാം. 75 രൂപയ്ക്ക് 2010 സാൻഡ്രോ അല്ലേ? പിന്നെ 2010 തന്നെ പുതിയ ടെസ്റ്റ് കഴിഞ്ഞ കിടപ്പുണ്ട്. അത് നമുക്കൊരു 85 രൂപ കൊടുക്കും. 2030 വരെ പേപ്പർ ഉള്ളത്. അടിപൊളി. ഇതാണെങ്കിലോ? ഇത് 2016 മോഡൽ സെലീരിയാണ്. 16 സെലേറിയോ അല്ലേ? എന്ത് വിലയുണ്ട്? ഇത് അവൻ ചോദിക്കണം 335 ഒരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ആയിട്ട് കൊണ്ടുവന്നേക്കണ. നെഗോഷ്യബിൾ ആവൂലേ? സംസാരിക്കാം. അതായത് ടച്ച് ആൻഡ് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല, ഇതാക്കി ഇട്ടേക്കണത്. അങ്ങനെ കൊണ പോലെ തന്നെ നമ്മൾ എടുത്തിരുന്ന തന്നെ അല്ലല്ലോ. ശരി. ഇതാണെങ്കിലോ? 2015 മോഡൽ ലോഡ്ജിയാണ്. ലോഡ്ജി അല്ലേ? ഒരു 3.5 രൂപ റേഞ്ചിൽ കൊടുക്കാം. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. മോഡൽ ഏതാ പറഞ്ഞേ? 2015. അപ്പൊ എന്തായാലും 1.5 എപ്പിസോഡ് ഉണ്ടാവും. അപാതൊന്നുമില്ലോ? അപാത കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിട്ട് നമുക്ക് പറഞ്ഞു തരാം. 3.5 രൂപ. 3.5 രൂപ. 3,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോകാം. അതൊന്നും നമ്മൾ കാണിക്കാൻ വിട്ടുപോയ ഒരു വണ്ടി ഇടയിൽ കിടപ്പുണ്ട്. ഇതൊരു സ്വിഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 2007 അല്ലേ? 2007 സ്വിഫ്റ്റ് വീഡിയോ. ഓക്കെ. ഇതൊരു 1.35 കൊടുത്തേക്കാം. 1.35 2007 ഡീസൽ വണ്ടി. വീഡിയോ. അത് നെഗോഷ്യബിൾ ആവുമോ? അറേഞ്ച് ആവും. കൊടുക്കാം അല്ലേ? ഈ എണ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ ഇതേതാ മോഡല്? ഇത് 2013 അല്ലേ? കൊള്ളാലോ. 2013 വീഡിയോ. ടൂർ തന്നെ അല്ലേ? ടാക്സി പാക്കേജ് ഓടുന്നവർക്കൊക്കെ ആണെങ്കിലും മാക്സിമം ഇതാവുന്ന വണ്ടിയാണ്. 10-14 കിലോമീറ്റർ മൈലേജ് കിട്ടും. ശരി. 2,50,000 രൂപ കൊടുക്കാം. മോഡൽ ഏതാ പറഞ്ഞേ? 2013 ടൂർ 2.5 ലക്ഷം രൂപ അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, നല്ല വണ്ടിയാണ്. പക്ക ക്വാളിറ്റി വണ്ടിയാണ്. 2 അടുപ്പിച്ച് ഓടി ഉണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ബ്രോ ഇതൊന്നും പറഞ്ഞാലോ? ഇത് സെന്നോ? സെന്നും അവൻ ചോദിക്കണ ഒരു 60 രൂപ ചോദിക്കുന്നത്. മോഡൽ ഏതാ? അത് 2004. 4 സെന്റ്. പേപ്പർ ഉണ്ടോ? പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. 60 രൂപ അല്ലേ? 60 രൂപ. അടിപൊളി. പെട്രോൾ അല്ലേ? പെട്രോൾ. മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതെന്താ പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള എറ്റിയോസ് 2013 മോഡലിൽ 240 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 13 വണ്ടി 240. 240 അല്ല, 360. 240 കമ്പനി സർവീസ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല. അത് ഞാൻ ചോദിച്ചത്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 340 അല്ലേ? 360. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കണം. ശരി. അതായത് 240 ഓട്ടമാണ് അല്ലേ? 240 ഓടിയേക്കണം. ആയിക്കോട്ടെ. എന്തായാലും വൃത്തിയുള്ള വണ്ടിയാണ്, നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇതാണെങ്കിലോ? ഇതാവുമ്പോ 2019 മോഡൽ എക്സെന്റ് CNG വണ്ടിയാണ് കേട്ടോ. CNG തപ്പി നടക്കുന്നവർക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. ഇതും പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഇതിനൊക്കെ 10-30 കിലോമീറ്റർ എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് മൈലേജ് കിട്ടും. ഇത് നമുക്ക് എന്താ വില? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 3.5 രൂപ കൊടുത്തേക്കാം. 3,50,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് ഒരു പോലും മുടക്കണ്ട. ടാക്സി വണ്ടിക്കൊക്കെ മാക്സിമം അറിയാലോ 70% ഒക്കെ കയറുന്നത്. 4 രൂപ വരെയൊക്കെ എന്നാലും മാർക്കറ്റിലൊക്കെ വന്നാണ്. ഫുൾ ഫിനാൻസ് കൊടുക്കുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ കുറവാട്ടോ. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ. ഇത് കൊടുത്താണ്. സോൾഡ് ആയതാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ നിലവിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ ടാക്സി വണ്ടികൾ ഇനിയും കയറാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലിയോണൊക്കെ പോയേക്കുവാണ്, വരാനുണ്ട്. പിന്നെ ബ്രോ വരുമ്പോ ആൾക്കാർ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഇന്റീരിയർ എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നിലവിൽ ആർക്കെങ്കിലും ടാക്സി വണ്ടികൾ വേണമെങ്കിൽ ഈ കിടക്കുന്ന മുഴുവൻ ടാക്സി വണ്ടികളാണ്, നിങ്ങൾ മിസ് ചെയ്യണ്ട. ടാക്സിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ഏക ഷോറൂം അതാ. ടാക്സിക്ക് വേണ്ടി മാത്രമുള്ളത് അല്ലേ? അപ്പൊ അടിപൊളി. അപ്പൊ എന്തായാലും അമീൻ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ നല്ല വണ്ടികൾ വേണമെങ്കിൽ മിസ് ചെയ്യാണ്ട് എടുത്തോളൂ. ഈ അവസരം കളയേണ്ട, ഓണത്തിന് ഓഫറിൽ എടുക്കാം അല്ലേ? ഓക്കെ. ഓഫർ ഇട്ടാ ഇപ്പൊ മാക്സിമം എല്ലാം പറഞ്ഞേക്കണം. അതെ. സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലൈ വീൽസിൽ നല്ലൊരു അവൈലബിൾ ആയിട്ടുള്ള ടാക്സി വണ്ടികളാണ് നിങ്ങൾക്ക് ഇത്ര സമയം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അവർ ഇവിടുത്തെ ഒരുപാട് പ്രൈവറ്റ് വണ്ടികളുണ്ട് അല്ലേ? നല്ല വില കുറച്ചുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അത് കാണാൻ മറക്കണ്ട. അതിൻ്റെ മാക്സിമം എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണ്ട. ഫോട്ടോസ് നല്ല വൃത്തിയുള്ള വണ്ടികൾ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഓണം ആശംസകൾ അല്ലേ? അപ്പോൾ എന്തായാലും കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. ഇന്ന വിലയെന്നും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കച്ചവടം ചെയ്യാൻ നിൽക്കണമല്ല. നിങ്ങൾക്ക് മുതലാവണ വില എന്നോട് പറയാം. എനിക്കത് ബോധിക്കുന്നതാണെങ്കിൽ നമുക്ക് സംസാരിച്ച് ഓക്കെ ആവുന്നതാണെങ്കിൽ നമുക്ക് തരാം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരിക, വന്ന് വണ്ടി കാണുക, സംസാരിക്കുക. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.